Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമ മുങ്ങിയതായി ആരോപിച്ച് നിക്ഷേപകർ ഒത്തുകൂടി. നിലമ്പൂരിൽ 2017 പ്രവർത്തനം ആരംഭിച്ച ധനകാര്യ സ്ഥാപനത്തിനും എടക്കര സ്വദേശിയായ ഉടമയ്ക്കെതിരെയുമാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത്. നിരവധി പേർ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. സ്ഥിര നിക്ഷേപമായും നിത്യസമ്പാദ്യവുമായാണ് ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നത്. സ്ഥാപനം അടച്ചിട്ടതോടെ ഇടപാടുകാർ ആശങ്കയിലായി. സ്ഥാപന ഉടമയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. 100 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലക്കകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് 14ഓളം ബ്രാഞ്ചുകൾ ഉള്ളതായാണ് നിക്ഷേപകർ പറയുന്നത്. സ്ഥാപന ഉടമയുടെ സ്വദേശമറിഞ്ഞാണ് നിക്ഷേപകർ ബുധനാഴ്ച വൈകിട്ട് കൂട്ടത്തോടെ എടക്കരയിലെത്തിയത്. വീട്ടുകാരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും അവർക്കും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. നിക്ഷേപകർ വന്നതറിഞ്ഞ് എടക്കര പോലീസും സ്ഥലത്തെത്തി. മക്കളുടെ പഠനം, വിവാഹം, ഭവന നിർമ്മാണം എന്നിവയ്ക്കെല്ലാമായി കരുതിവെച്ച സ്ഥിര നിക്ഷേപകരും നിത്യസമ്പാദ്യക്കാരുമാണ് ഇതോടെ പ്രയാസത്തിലായത്. ഒരു വർഷം 15 ദിവസം കാലാവധി, അങ്ങനത്തെ ഒരു 35 റുപ്യ അടച്ചു കഴിഞ്ഞാൽ അവർ 37,000 റുപ്യ തരും ക്യാഷായിട്ട്. അത് ഒരു പറയും 15 ദിവസം റെക്കോർഡിങ് പൈസ അവർ തരുള്ളൂ, അല്ലാതെ ഒരു എങ്ങനെ ചോദിച്ചാലും ക്യാഷായിട്ട് അവർ തരില്ല. അവർ പറയുന്നത് അങ്ങനെ ഡിലേ ആയിട്ട് FT ആയിട്ട് ഇട്ടോളി അല്ലെങ്കിൽ അങ്ങനെ നിരന്തരം പേര് നമ്മളെ ശല്യപ്പെടുത്തും. അങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തി എനിക്ക് ഒരു പ്രാവശ്യം ആകെ ആ പൈസ എടുത്തിട്ടുള്ളൂ. അങ്ങനെ മാനേജർ പറഞ്ഞു ഞാൻ അവർ മരണ വീട്ടിൽ പോയത് ഒന്നരിച്ച് പൈസ വേണം പറഞ്ഞ് മരണ വീട്ടിൽ പോയത്. അപ്പോൾ MD പറഞ്ഞു ഇന്ന് തുറക്കണ്ട, അവരിങ്ങനെ പ്രശ്നങ്ങളുടെ അവരെന്തെങ്കിലും മുങ്ങിയത്. അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ട് ഇന്നത്തെ അവസ്ഥ. ഒരു മാസത്തിൽ 1 ലക്ഷം റുപ്യേൻ്റെ കൂടിയാണ് ഒരു കൊല്ലത്തിൽ. അതിൽ 70,000 റുപ്യൊക്കെ വിളിക്കുക. അപ്പോൾ വിളിച്ചെല്ലാം 2 കുറി ഉണ്ടായിരുന്നു. 2 കുറി വിളിച്ചപ്പോൾ കാശിന് ചെന്ന് എഗ്രിമെൻറ്റൊക്കെ കഴിഞ്ഞ് എഗ്രിമെൻറ്റ് ചെന്ന് അവധി പറഞ്ഞു. 40-30 വർക്കിടെ അവധി പറഞ്ഞിരുന്നു. പിന്നെ 40 ആക്കി, പിന്നെ 2 മാസമാക്കി, 3 മാസമാക്കി. അങ്ങനെ ഒരുപാട് അവധികൾ പറഞ്ഞിട്ടും കാശ് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചെന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ ബ്രാഞ്ചൊക്കെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥകൾ വന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഇവയാളെ മകനാണ് ഒരാൾ. 1 ലക്ഷം വിളിച്ചിട്ട് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞ് 51 ദിവസമായി. ഇന്നലെ ഇപ്പം എന്താണ് കിട്ടാനായോ എന്നറിയാൻ വേണ്ടി വിളിച്ചു നോക്കുമ്പോൾ ഒരൊറ്റ നമ്പർ, ഓഫീസ് നമ്പറും സ്വിച്ച് ഓഫ് ആണ്, ആരും എടുക്കുന്നില്ല. അതിൽ തിരക്കിയപ്പോഴാണ് ഓഫീസുകളാണ്. എനിക്ക് കുറി വിളിച്ചു, പിന്നെ 85,000 റുപ്യക്ക് കുറി വിളിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച പ്രൂഫ് കൊണ്ട് വരാൻ പറഞ്ഞു. ഇന്നലെ ഞാൻ പ്രൂഫ് കൊണ്ട്, അതായത് ചെക്ക് ലീഫ്, പിന്നെ മുദ്ര പേപ്പർ, പിന്നെ ഇതൊക്കെ പടം കൊണ്ടുകാണ്ട് ഓഫീസ് എന്നപ്പോൾ ഓഫീസ് കൂട്ടിയിരുന്നു. ഞാൻ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു 14 ഓഫീസിൻ്റെ ഫുള്ളായിട്ട് കൂട്ടിപ്പോയിക്കണം. എനിക്ക് 85,000 റുപ്യക്ക് ഞാൻ കുറി വിളിച്ചതാണ്. 85,000 റുപ്യക്ക് 60,000 റുപ്യന് മേലെ ഞാൻ അടച്ചിക്കണം. വിളിച്ചുകാണ്ട് അത് അങ്ങനെ പോകുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ ലക്ഷങ്ങൾ കിട്ടുക. 5 ലക്ഷത്തിന് 10 ലക്ഷത്തിൻ്റെ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. കേരളത്തിൽ 14 ഓഫീസിൻ്റെ പൈസയും ഇന്നലെ രാവിലെ 6 മണിയാകുമ്പോഴത്തേന് ഈ 2 ആൾ, മുബഷീറും ഇവനും കൂടി വേറെ 2 MD കൂടിയും അടിച്ചു മാറ്റിക്കാണ്ട് പോയിക്കുകയാണ്. അപ്പോൾ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് രാവിലെ മുതൽ നിന്നിട്ട് ഒരു റീപ്ലൈ കിട്ടുന്നില്ല. ഞങ്ങളെല്ലാവരും കൊടുത്തു. 5 ലക്ഷത്തിന് മേലെ ആളുകൾ പേരിൽ FIR ഇട്ടു. വേറെയുള്ളവരൊക്കെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി കൊടുത്തു. പക്ഷേ റീപ്ലൈ അല്ല. കേരള പോലീസിന് കഴിയണ ഒറ്റ കാര്യമുള്ളൂ, സെക്കൻഡുകൾ കൊണ്ട് പ്രതികൾ പിടിക്കാം. പ്രതികൾ ഇന്നലെ തിരുവനന്തപുരത്താണ്, ഇന്ന് ഇടുക്കിയിലാണ് വിവരം കിട്ടി. പക്ഷേ കേരള പോലീസ് അന്വേഷിച്ച ആളുകളെ പിടിക്കുകയും ചെയ്യും, ഈ ജനങ്ങൾക്ക് പരിഹാരം കിട്ടുകയും ചെയ്യും. പക്ഷേ ജനങ്ങൾക്ക് പരിഹാരം ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവർ ഫാദറിൻ്റെ വീട്ടിൽ പോയി പെണ്ണുങ്ങളായതുകൊണ്ട് ഫാദറെങ്കിലും വിവരം തരുകയും ഫാദറിന് ഈ പൈസ കൂട്ടി യോജിപ്പിച്ചാൽ കഴിയൂല. അപ്പോൾ ഇവിടെ വന്നോളത് മാത്രം കഴിയൂല. പിന്നെ 14 സ്ഥലത്തെ പൈസ എങ്ങനെ, 14 ഓഫീസിലെ പൈസ എങ്ങനെ ഇവർ കൊടുക്കാൻ കഴിയുക? ഓരോരുത്തർക്കും ലക്ഷങ്ങളാണ് കൊടുക്കല്ലേ. അപ്പോൾ പൈസ കിട്ടുമെന്ന് പറഞ്ഞ ഏജൻറ്റ് പോലും പറഞ്ഞു കിട്ടും, എന്തായാലും കോടതി മുഖാന്തരം കിട്ടുകയാണെങ്കിൽ ഇതിന് കുറച്ച് കമ്മിയായിട്ടേ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഈ പൈസ കിട്ടും. ഇത് ഓരോ കുട്ടികളെ കെട്ടിക്കാൻ ഓരോ പ്രതീക്ഷയിൽ 100, 150, 200 വെച്ചാൽ ഡെയിലി അടച്ച് പോകുന്ന ആളുകൾ. അല്ലാതെ ഇതിലാരും മുതലാളിമാരല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എന്താ ചെയ്യുക, ഇതെല്ലാവരുടെ പ്രതീക്ഷകളും ആകെ പ്രശ്നത്തിലാക്കിയിട്ടാണ് ഈ പൈസയിൽ മുങ്ങിയിരിക്കുന്നത്. അതേസമയം പ്രതികൾ സംസ്ഥാനം വിട്ടുപോയിട്ടില്ലെന്നും പോലീസ് മനസ്സ് വെച്ചാൽ നിമിഷനേരം കൊണ്ട് പിടികൂടാവുന്നതാണെന്നും നിക്ഷേപകർ പറഞ്ഞു. പരാതി പോലീസ് ഗൗരവത്തോടെ കാണണമെന്നും ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, എടക്കര.